തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കമ്പ് തുളച്ചു കയറി. വണ്ടിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏതായാലും ആശ്വാസകരമാണ്. എന്താണ് സംഭവിച്ചത്? മഴയോ കാറ്റോ വല്ലതും ഉണ്ടായിരുന്നു? ശക്തമായ മഴയായിരുന്നു തൃശ്ശൂർ നഗരത്തിൽ പെയ്തിരുന്നത്. അതായത് രാവിലെ ഇടവിട്ട് മഴയായിരുന്നു. അതായത് ഈ വാഹനമാണ് മരക്കൊമ്പ് തുളച്ചു കയറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അല്പസമയം മുൻപ്, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് വിൽഫ്രഡ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കാറാണത്. ടാക്സി കാറാണ്. ഇതിൽ യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മോടൊപ്പം വിൽഫ്രഡ് കൂടി ചേരുന്നുണ്ട്. എന്തായിരുന്നു വിൽഫ്രഡ് സംഭവിച്ചത്? ഒരു 11:45 കൂടിയിട്ടാണ് നമുക്ക് ഉണ്ടായത്. അതിങ്ങോട്ട് വരുന്ന മൈക്ക് ആ ഭാഗത്താണ് വെച്ചിട്ടാണ് ഒരൊറ്റ മരങ്ങളുണ്ട്, കുറേ മരങ്ങളുണ്ട് അവിടെ വെച്ചിട്ട്. പെട്ടെന്നാണ് ഈ സെൻറ്ററിലേക്ക് ഇത് വന്ന് കുത്തി കയറിയത്. നമ്മൾ ഇവിടം വരെ എങ്ങനെയോ വണ്ടി എത്തിച്ചു. ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു. ഇവിടം വരെ എങ്ങനെയോ എത്തിച്ചു. ഇത് മൊത്തത്തിലാകെ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വന്നു. ക്യാബിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറി. ആർക്കൊന്നും പറ്റിയില്ല. ഇവിടെ ഒരു യാത്രക്കാരനുണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു, കോ പാസഞ്ചർ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. സെൻറ്ററിൽ വന്ന് കുത്തിയ കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ചില്ലൊക്കെ ആയി മേഖലയ്ക്ക്. നിരവധി മരങ്ങളാണ് ഇവിടെ ഇങ്ങനെ പൂത്ത്, അതായത് ഏതാണ്ട് ഒരു തകരാറിലായ അവസ്ഥയിൽ നിൽക്കുന്നത്. സ്വാഭാവികമാണ്. പക്ഷേ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മറ്റ് പരിക്കുകളൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. റിക്കവറി വാനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഇത് പെടുത്തുന്നത്. തൊട്ടപ്പുറത്ത് ആ മേഖലയിൽ അതുപോലെ നിരവധി മരങ്ങൾ ഇങ്ങനെ പൊട്ടി വീഴാറായി നിൽക്കുന്നുണ്ട്. അടിയന്തരമായി മഴക്കാലത്തിന് മുൻപെങ്കിലും ഇത് മുറിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും. എന്തായാലും ഈ യാത്രക്കാരും അതുപോലെ തന്നെ ഈ ഡ്രൈവറും ഇപ്പോൾ രക്ഷപ്പെട്ടത്, കാറിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തായാലും ആ വാഹനം ഇപ്പോൾ റിക്കവറിക്ക് വേണ്ടി കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.